ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു തോരനാണ്. അപ്പോൾ ചേമ്പ് ചീര തോരനാണ്. സാധാരണ നമ്മൾ കിഴങ്ങൊക്കെ ഉണ്ടാവുന്ന ചേമ്പല്ല ഇത് നമ്മൾ തോരനുണ്ടാക്കുന്ന ചേമ്പ് ചീരയാണ്. ഇതിപ്പോൾ എല്ലാ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഇതിൻ്റെ തൈയൊക്കെ. അപ്പോൾ ഇതിൻ്റെ തൈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അതിനുശേഷം ഇത് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് വേറെ പുതിയ തൈകൾ പൊട്ടി മുളയ്ക്കുക, അത് വേറെ നമ്മൾ സെപ്പറേറ്റ് നടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അല്ലെങ്കിലും എന്താ പറയുക, ഇലക്കറികളൊക്കെ നല്ല വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ അതുപോലെ ചേമ്പിൻ്റെ ഒരു എന്താ പറയുക, ചൊറിച്ചിലോ ഒന്നും തന്നെ ഇതിനില്ല. നല്ല ടേസ്റ്റാണ്. നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേ ഇല്ല ഇതൊരു ചേമ്പിൻ്റെ ടൈപ്പ് ഒരു ചീരയാണെന്ന് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ തൈയൊക്കെ കിട്ടുവാണെങ്കിൽ വെച്ച് പിടിപ്പിക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വാഷായി വെള്ളമൊക്കെ പോയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് കുഴയാതെ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കുവാണ്. അതുപോലെ സാധാരണ ചേമ്പിനേക്കാൾ എന്താ പറയുക, നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഇല. നല്ല ഒട്ടും കട്ടിയില്ലാത്തൊരു ഇലയാണ് ചേമ്പിനേക്കാൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തണ്ടുമുള്ള ഈ ഗ്രീൻ കളറിലുള്ള തൊലി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്കത് പോയി കിട്ടും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് തണ്ട് നന്നാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ട് വേറെ ലീഫ് വേറെ ആയിട്ട് എന്താ പറയുക, ഒലത്തി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഒക്കെ കൂടി ഒന്നിച്ചിട്ടാണ് ഒലത്തണത്. അപ്പോൾ കുരുന്ന് നമുക്ക് ഇതിൻ്റെ തണ്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇല കുരുന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. പക്ഷേ ഇല ചേർക്കാൻ നേരത്തെ എന്തായാലും ഇതൊന്ന് കുഴഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് പോയി കിട്ടാനായിട്ട് നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഇങ്ങനെ തിരുമ്മി വെക്കുവാണെങ്കിൽ ഇതിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് ഒഴിവായിട്ട് കിട്ടും. എന്നാലും ഇത് കുറച്ച് കുഴയും ഈ ഇല ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി. എന്താ പറയുക, ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അങ്ങനെ ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്കൊരു പരിധി വരെ പോയി കിട്ടും. ഇനി ഞാനിവിടെ ആ ലീഫൊക്കെ ഫുള്ളിങ്ങനെ ലീഫ് അരിയാൻ നേരത്തെ നമുക്ക് ഒരുപാടെണ്ണം ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ചെറിയുള്ളി കുറച്ചുള്ളൂ, അതുകൊണ്ട് ഒരു ചെറിയ സവാളയും കൊണ്ട് എടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ചെറിയുള്ളി തന്നെ എടുക്കുക, അതാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് വേണം. പച്ചമുളക് നീളത്തിൽ കീറുക, കാരണം ഈ നമ്മുടെ തോരനൊരു പച്ച കളറായിരിക്കുമല്ലോ. അപ്പോൾ അന്നേരം നീളത്തിൽ കീറിയിൽ നമ്മൾ മുളകൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളൊക്കെ. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് വേണം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത്രയാണ് വേണ്ടത്. നമുക്ക് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള, ഞാൻ ഇവിടെ സവാള എടുത്തേക്കുന്നതുകൊണ്ടാണ് 2ാമത് സവാള ചേർത്ത് കൊടുത്തേക്കണേ. പിന്നെ കറിവേപ്പില, പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ആദ്യം തന്നെ തണ്ടാണ് ചേർത്ത് കൊടുക്കണം, കാരണം തണ്ട് ഒന്ന് കുക്കായിട്ട് നമുക്ക് ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ലീഫൊന്നും അധികം ടൈം എടുത്ത് നമ്മൾ കുക്ക് ചെയ്യാറില്ല, അങ്ങനെ കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കതിലേക്ക് ലീഫ് ചേർത്ത് കൊടുക്കാം. ലീഫ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തണ്ടിൽ കുറച്ച് ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ കുക്കായിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട, 1-2 മിനിറ്റ് ഏകദേശം മതി. അപ്പോഴത്തേക്കും നമുക്കിത് കുക്കായി കിട്ടും. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ കുറച്ച് ചേർക്കാറുള്ളൂ, ഒരുപാട് അങ്ങനെ ഇലയിലൊന്നും ചേർക്കാറില്ല. അപ്പോൾ തേങ്ങയും കൊണ്ട് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു കുഴയണ ഒരു പരുവുണ്ടല്ലോ, അത് കുറച്ച് മാറിക്കിട്ട് നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചേമ്പ് ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തൈയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം നല്ല വിറ്റാമിൻസൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.